വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അപ്പോൾ ഇന്നലെ RCB MI ഗംഭീര ഒരു മാച്ച് തന്നെയായിരുന്നു. RCB മുംബൈയുടെ ഗ്രൗണ്ടിൽ ഒരു കൂറ്റൻ സ്കോർ തന്നെ 221 എന്ന സ്കോർ അടിച്ചു. ഗോലി ഭയങ്കര ഫോമിൽ. പക്ഷേ മുംബൈക്ക് സ്വന്തം ഗ്രൗണ്ടിൽ ചേസ് ചെയ്തെത്താൻ പറ്റിയില്ല. മുംബൈ ഇപ്പോൾ അങ്ങനെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്താണ് അട്ടിമറിയാണല്ലോ. ചെന്നൈ ഈ താഴ്ത്തു കൊടുക്കുന്നു, മുംബൈ താഴ്ത്തു കൊടുക്കുന്നു, RCB ആണെങ്കിൽ അങ്ങോട്ട് മുന്നേറിപ്പോവുകയാണ്. പല ചരിത്രങ്ങളും സൃഷ്ടിക്കുന്നു. RCB കപ്പെടുക്കുവോ? നമ്മൾ IPL-ന്റെ ഓപ്ഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചൊരു ടീം RCB ആണ്. RCB-യുടെ ഓപ്ഷൻ പ്ലാൻ വിൽ ജാക്സനെ എടുക്കുന്നില്ല, അതുപോലെ ബോൾട്ടിന് വേണ്ടി ശ്രമിക്കുന്നില്ല, സിറാജിന് വേണ്ടി ശ്രമിക്കുന്നില്ല, സിറാജിന് RTM യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിമർശിച്ചൊരു ടീമായിരുന്നു RCB. പക്ഷേ കളി തുടങ്ങിയപ്പോൾ, IPL തുടങ്ങിയപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓൾറൗണ്ട് പെർഫോമൻസ്, അതായത് വോൾ ടീമിൻ്റെയും പെർഫോമൻസ് വരുന്നത് RCB എന്ന് മാത്രമാണ്. എനിക്ക് തോന്നുന്നത് അവർക്ക് അവരുടെ ഒരു എൻ്റയർ IPL ഹിസ്റ്ററിയിൽ തന്നെ അവർക്ക് കിട്ടിയേക്കുന്ന ഒരു ബാലൻസ്ഡ് സ്ക്വാഡാണ് നിലവിൽ അവരുടെ കയ്യിലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാ വർഷവും നല്ല നല്ല ബാറ്റേഴ്സ് അവരുടെ കയ്യിലുണ്ടാവും, പക്ഷേ ബോളേഴ്സ് ആയിരിക്കും എപ്പോഴും മോശമാവാൻ പതിവ്. ഈ ഒരു സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന സ്പിന്നർ അവർക്ക് വേണ്ടി കാണിക്കുന്ന ഒരു പെർഫോമൻസ്, ഒരുപക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ പോലും കൃണാൽ പാണ്ഡ്യ എത്ര മനോഹരമായിട്ട് ആ ലാസ്റ്റ് ഓവർ എറിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം 19 റൺസ് ലാസ്റ്റ് ഓവറിൽ ബോളിംഗ് ടീമിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ മുംബൈ എന്ന് പറയുന്ന ടീം ഇന്നലെ ഒരു 10 ഓവറിന് ശേഷം നടത്തിയ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻറ്റൻറ്റും കാര്യങ്ങളും അവർ നടത്തിയ ഹിറ്റിംഗ് ഡിസ്പ്ലേ വെച്ചിട്ട് ആ 19 റൺസ് അവർക്ക് ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ലാസ്റ്റ് ഓവറിൽ. പക്ഷേ കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന ബോളറുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു സീസൺ അദ്ദേഹം യൂസ് ചെയ്യുന്ന കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോളിങ്ങിൽ. ക്യുക്കേഴ്സ് എറിയുന്നു, ഷോർട്ട് ബോൾ എറിയുന്നു. ഇന്നലെ വിൽ ജാക്സിൻ്റെ ഒക്കെ വിക്കറ്റ് എടുത്ത ആ ഒരു ബോളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ കൃണാൽ പാണ്ഡ്യ പോലത്തെ ഒരു ബോളർ, അതൊരു സുയാഷ് ശർമ്മ ഇന്നലെ മിഡിൽ ഓവേഴ്സിൽ എത്ര മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു. ആ ഒരു റൺ ഫ്ലോ അങ്ങ് കുറയ്ക്കുകയാണ്. സൂര്യകുമാർ യാദവിനെ പോലത്തെ ഒരു സ്പിന്നേഴ്സിനെ അത്രയും കടന്നാക്രമിക്കുന്ന ഒരു ബാറ്റർ ഉണ്ടായിട്ട് പോലും സുയാഷ് ശർമ്മേനെ കളിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. 26 ബോളിൽ നിന്ന് 28 റൺസ് എടുക്കാനേ സാധിക്കുന്നുള്ളൂ സൂര്യകുമാർ യാദവിന് ഇന്നലെ. ഒരൊറ്റ സ്വീപ്പ് ഷോട്ട് പോലും കണക്റ്റ് ആവാത്തൊരവസ്ഥ. അപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ ഹെയ്സൽവുഡും അതുപോലെ ഭുവനേശ്വർ കുമാർ ലാസ്റ്റ് ഓവേഴ്സിൽ നടത്തിയ ഒരു സ്പെല്ല്. അപ്പോൾ ബോളേഴ്സിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസിനാണ് RCB ഇന്നലെ ഒരു വിജയം സമ്മാനിച്ചത്. അഫ്കോഴ്സ് ഇന്നലെ 200+ റൺസ് അവർ കൺസീഡ് ചെയ്തു. പക്ഷേ മുംബൈയെ പോലത്തെ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമിനെതിരെ വാങ്കഡെ പോലെ അവർ അത്രയും സുപരിചിതമായ കണ്ടീഷൻസിൽ 220 റൺസ് എന്ന് പറയുന്ന സാധനം അവർ ഡിഫെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഇന്നലത്തെ മത്സരം എൻ്റെയറിൽ നോക്കിയാൽ മനസ്സിലാവും. RCBയുടെ ബാറ്റേഴ്സ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു മുംബൈ ബോളേഴ്സിനെ. കാരണം മുംബൈയുടെ അത്രയും ഇപ്പോൾ ബോൾട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു, ബുംറ ഉണ്ടായിരുന്നു. ബുംറ മാത്രമാണ് 4 ഓവറിന് 29 റൺസ് വഴങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ എടുത്തു വരണം. കാരണം 3-4 മാസത്തെ പരിക്കും കാര്യങ്ങളും, അത് അതിനിടയിൽ ഒരു മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല. പരിക്കും റിക്കവറായിട്ട് ആദ്യമായിട്ടാണ് ഒരു മത്സരം കളിക്കുന്നത്. ആ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പെല്ലാണ് 4 ഓവറിൽ 29 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ലോകത്തിൽ പറ്റിയ ഏത് ബോളറായാലും ഫസ്റ്റത്തെ ഒരു കളിയെങ്കിലും ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാം. പക്ഷെ ബുംറയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ മോഡേൺ ക്രിക്കറ്റിലെ ഗോട്ടെന്ന് നമുക്ക് കണ്ണും പൊടി വിളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ബുംറ. അത് ഇന്നലെ അദ്ദേഹം ഒരുപാട് തവണ തെളിയിച്ചതാണ്, ഇന്നലെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ ബാക്കി ബോളേഴ്സ്, എസ്പെഷ്യലി ട്രെൻറ്റ് ബോൾട്ടിനെ പോലത്തെ ബോളേഴ്സൊക്കെ നല്ല രീതിക്ക് അടിമേടിക്കുകയാണ്. അപ്പോൾ 221 എന്ന് പറയുന്നൊരു ടാർഗറ്റ്, അത് മുംബൈയുടെ ഒരു ബാറ്റിംഗ് ഡെപ്തിനെ സംബന്ധിച്ച് ബാലികേറാമലയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ ടോപ്പ് ഓർഡർ, മുംബൈയുടെ ടോപ്പ് ഓർഡർ എടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, റിക്കൾട്ടൺ, വിൽ ജാക്സ്, ഇവർ 3 പേരും എന്തായാലും നിരാശപ്പെടുത്തി. പിന്നീട് സൂര്യകുമാർ യാദവ്, സത്യം പറഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ ഈ ഒരു സീസണിലെ ഒരു അപ്രോച്ച് മുംബൈക്ക് ഒട്ടും ഗുണം ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെയും 26 പന്തിൽ നിന്ന് 28 റൺസ്, അതും ഒരു 2 തവണ അദ്ദേഹത്തിന് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി ഫീൽഡേഴ്സ്. ഒരെണ്ണം വളരെ സുഖമായിട്ട് എടുക്കാവുന്ന ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. വീണ്ടും ഒരു പൊട്ട ഷോട്ടിനെ ശ്രമിച്ചാണ് അദ്ദേഹം ഔട്ടാവുന്നത്. അപ്പോൾ പക്ഷേ ഇന്നലെ തിലക് വർമ്മയുടെ പെർഫോമൻസ് നമ്മൾ എടുത്തു വരണം. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം റിട്ടയർഡ് ഔട്ടായപ്പോൾ നമ്മൾ പറഞ്ഞു തിലക് വർമ്മ അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വരുമെന്നുള്ളത്. പക്ഷെ അങ്ങനെ തന്നെ സംഭവിക്കുന്നില്ല. മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചത്. അതും RCB ബോളേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അതുവരെ. കാരണം ഏകദേശം 8 ഓവറിൽ 120 മുകളിൽ റൺസ് വേണ്ട ഒരു സാഹചര്യത്തിലാണ് തിലക് വർമ്മയും അതുപോലെ ഹർദിക് പാണ്ഡ്യയും ക്രീസിലെത്തുന്നത്. അതിനുശേഷം കണ്ടത് മുംബൈയുടെ ആ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു. ഹർദിക് പാണ്ഡ്യ എന്തും ഗംഭീര കളി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഇന്നിങ്സ് കണ്ടത് അവസാനമായിട്ട് അദ്ദേഹം മുംബൈയിൽ കളിച്ചിരുന്നപ്പോഴാണ്. അതിനുശേഷം ഗുജറാത്തിൽ വന്നിട്ടും അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ദിവസം മുംബൈയിൽ എത്തിയിട്ടൊന്നും ഇത്തരത്തിലുള്ളൊരു
അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനുശേഷം ഇന്നലെ അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻസി ഇന്നിങ്സ് തന്നെ പറയാം. ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും അതുപോലെ ബാറ്റിങ്ങിലും എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം നല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷെ ഇതുണ്ടല്ലോ, വിഘ്നേഷ് പുത്തൂർ ഒരു വിക്കറ്റ് എടുത്തിട്ട് പോലും ഒരു ഓവർ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ഒരു വിമർശനങ്ങൾ മൊത്തം ഉണ്ട്. തീർച്ചയായിട്ടും ആ സമയത്ത് കോഹ്ലിയും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും നല്ല രീതിക്ക് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വിഘ്നേഷ് പുത്തൂർ വന്ന് ദേവദത്ത് പടിക്കലിന് വിക്കറ്റ് എടുത്തു. പക്ഷെ പിന്നീട് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് ഓവർ കൊടുത്തില്ല. 3 ഓവർ ഇനിയും പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപക്ഷെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സ്കോർ ഇത്ര ആവില്ലായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഹാർദിക് പാണ്ഡ്യ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. അവസാനത്തെ ഓവറുകളിലാണ് 10-20 റൺസൊക്കെ വഴങ്ങി ആ ഒരു എക്കണോമി കൂടിപ്പോയത്. ഇനി ആ ഒരു തീരുമാനത്തിൽ ചെറിയൊരു പാളിച്ചുണ്ടായെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും ഹാർദിക് പാണ്ഡ്യ നല്ല ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു. അതുപോലെ തിലക് വർമ്മ, അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിന് ഒരു ക്ഷീണം തീർത്തു. പക്ഷേ ഇതുവരെ അർദ്ധ സെഞ്ചുറി നേടിയ എല്ലാ IPL മത്സരങ്ങളിലും ടീം തോറ്റിട്ടേ ഉള്ളൂ എന്നുള്ളൊരു മോശം റെക്കോർഡും തിലക് വർമ്മയുടെ പേരിലുണ്ട്. എന്തായാലും ഇന്നലെ ഒരു ഗംഭീര ചേസ് ഇങ്ങനെ വേണം സത്യം പറഞ്ഞ ഒരു ചേസിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 200 മുകളിൽ ചേസ് ടാർഗറ്റ് വരുന്നു. നമ്മൾ സെറ്റിലാവാനായിട്ട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ഹാർദിക് പാണ്ഡ്യ ഇന്നലെ ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ചാണ് തുടങ്ങിയത്. തിലക് അടിച്ചില്ലേ? അതാണ് ആ ഒരു ഇന്റന്റ് ആണ് വേണ്ടത്. ഇന്നലെ മുംബൈയുടെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റത്തെ സെക്കൻഡ് ലാസ്റ്റ് ബോൾ വരെ മുംബൈ ജയിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു സന്ദർഭം. അങ്ങനെയാണ് ഒരു ചേസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ബാറ്റേഴ്സ് ഒരു ചേസിനെ ഇത്രയും വലിയ ടാർഗറ്റ് വരുമ്പോൾ കളിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സെറ്റിലാവാൻ ഒരു 10 ബോൾ എടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞത് ഒരാളെ ഉദ്ദേശിച്ചാണ്, ഒരാളെ മാത്രം അല്ല, ഉദ്ദേശിച്ചാണ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം എനിക്ക് തോന്നുന്നില്ല ഒരു മുംബൈ ആരാധകർ ഒരു നിരാശ തോന്നിയിട്ടുണ്ടാവാൻ അല്ല, അതിന് ചാൻസില്ല. മുമ്പത്തെ മത്സരങ്ങളായാലും അവരെ ഭയങ്കര രസമായിരുന്നു, കളി കാണാൻ രസം തന്നെയായിരുന്നു. കഴിഞ്ഞ അതെ, കളി തോറ്റ കളിയായാലും. എനിക്ക് തോന്നുന്നു ഒരിക്കലും മുംബൈ ആ ഒരു ലാസ്റ്റ് അവരുടെ ടീമിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ആ ലാസ്റ്റ് കിടക്കാൻ ടീമേ അല്ല. പക്ഷേ അതായത് എതിർ ടീം അത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് മാത്രം മുംബൈ താഴെ കിടക്കുന്ന ഒരു രീതിയിലാണ്. ഒരിക്കലും ഒരു പൊസിഷൻ അവർ ഡിസർവ് ചെയ്യുന്നില്ല. ഇന്നലെ പോലും അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത മത്സരങ്ങളിൽ ബോളേഴ്സ് കുറച്ചുകൂടി ഉത്തരവാദിത്തോടുകൂടി പന്തെറിഞ്ഞു കഴിഞ്ഞാൽ മുംബൈക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത മത്സരം ഡൽഹി ആയിട്ടാണ്. മുംബൈ തീർച്ചയായിട്ടും ആ മത്സരം ജയിക്കും. കാരണം ഇന്നലെ തന്നെ അവർ വിജയം അർഹിച്ചിരുന്നു. പക്ഷെ അല്ല, മുമ്പത്തെ മത്സരങ്ങൾ അങ്ങനെ ചെന്നൈനായിട്ടുള്ള മത്സരം എല്ലാം മാറി മറിഞ്ഞ് വരുന്ന പരിപാടികളായിരുന്നു പക്ഷെ മുംബൈക്ക്. ഇന്നലെ അവരെക്കാളും കൂടുതൽ RCB അർഹിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. RCBയുടെ നമ്മൾ ഒട്ടും പറഞ്ഞില്ല. കാരണം അവര് 10-17 വർഷത്തിന് ശേഷം ചെന്നൈയെ ചേപ്പോക്കിൽ തോൽപ്പിക്കുന്നു. അതുപോലെ ഏകദേശം 10 വർഷത്തിന്റെ ആ ഒരു ഗ്യാപ്പിൽ അവസാന 6 മത്സരങ്ങളിലും വാങ്കഡയിൽ നടന്ന 6 മത്സരങ്ങളിലും മുംബൈയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പം ഇന്നലെയാണ് RCB അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പം RCB ഈ സീസണിൽ എന്തെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു ബാലൻസ്ഡ് സ്ക്വാഡ് എന്നുള്ള നമ്മൾ പറയപ്പെടുന്ന ആ ഒരു വാക്കുണ്ട്. അത് ഇത്തവണ RCBയുടെ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കും. അരുണിന്റെ ഇത് അഭിപ്രായം മാറ്റി പറഞ്ഞു മുന്നത്തെ. അല്ല, കളി പുരോഗമിക്കുമ്പോൾ നമ്മുടെ പല ഇതും മാറുമല്ലോ. അപ്പൊ RCBയുടെ പ്ലേയേഴ്സ് ഇന്നലെ ഫിൽസാൾട്ടിന്റെ ഒക്കെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു. അത്രയും ആ ഒരു സ്പിരിറ്റ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ RCB പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്നും. അതുപോലെ യഷ് ദയാൽ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആക്കിയിട്ട് ആ ഓവറിൽ തന്നെ സൂര്യകുമാർ യാദവിനെ പുറത്താക്കുന്ന ആ ഒരു സ്പിരിറ്റ്, അത് ഭയങ്കരമായിട്ടുണ്ട്. രജത് പട്ടിദാർ ആയാലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ആയാലും എല്ലാം കൊണ്ടും RCBക്ക് ഒരു പോസിറ്റീവ് സൈനാണ് അവരുടെ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ കിട്ടുന്നത്, ടീമിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഇപ്പൊ കോഹ്ലി നല്ല ഫോമിൽ, ദേവദത്ത് പടിക്കൽ പോലും അത്യാവശ്യം നല്ല ടച്ചിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ രാജസ്ഥാനിലൊക്കെ ഭയങ്കര പുവർ ഫോമിലായിരുന്നു. അപ്പോൾ ദേവദത്ത് പടിക്കൽ ആ ഒരു ഫോമിലോട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പഴയ ക്ലബിലോട്ട് വന്നപ്പോൾ. അപ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു ഫോം കീപ്പ് ചെയ്യുകയാണെങ്കിൽ RCBക്ക് ഇത്തവണ ഒരു കിരീടം, അതായത് ബാറ്റേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ലാതെ ടോട്ടലി ഒരു ടീം വർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കളി കാണുമ്പോൾ തന്നെ. ആ ഒരു ടീം വർക്കിന്റെ ബലത്തിൽ ഒരു കിരീടം അവർക്ക് ഇത്തവണയും സ്വപ്നം കാണാവുന്നതാണ്. ഫസ്റ്റത്തെ കിരീടം, 18ാമത്തെ കിരീടം, ജേഴ്സി അണിഞ്ഞുകൊണ്ട് വിരാട് കോഹ്ലി അത് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ഇതുണ്ട്, ആ ഒരു ടീമിൽ ആ ഒരു സ്പാർക്ക് ഇത്തവണ നല്ല രീതിക്ക് ഉണ്ട്. കളികൾ അധികം കഴിഞ്ഞിട്ടൊന്നുമില്ല, 4-5 കളി കഴിഞ്ഞിട്ടുള്ളൂ. RCBക്ക് ഈ വിജയങ്ങൾ തുടരാൻ പറ്റട്ടെ, അതുപോലെ മുംബൈ തിരിച്ചു വരട്ടെ, നല്ല കളികൾ കളിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തായാലും അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഇടുക. എന്തായാലും നിങ്ങൾ തുറന്ന് പറയാല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കുറേ മാറ്റങ്ങൾ, ചേഞ്ചുകളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ പരിപാടിക്ക് കുറേ പോരായ്മകളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതൊക്കെ മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. താങ്ക് യു.